ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് August 16, 2024 അപ്പം ഇങ്ങനൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വേണമോ വേണ്ടയോ എന്നുള്ളത് പലതവണ ആലോചിച്ച് അല്പം കൺഫ്യൂഷനോട് കൂടിയാണ് ഈ വീഡിയോ ചെയ്യാമെന്നുള്ള തീരുമാനമെടുത്തത്. അപ്പോൾ അത് ചെയ്യണോ വേണ്ടയോ എന്ന് കൺഫ്യൂസ്ഡ് ആവാനുള്ള കാരണം ഒന്നും നമ്മുടെ ചാനൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധമില്ലാത്തതാണ് എന്നുള്ളതാണ്. മറ്റ് ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ ആലോചിച്ചപ്പോൾ ഇതിൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടാകുമോ, ആളുകളെ പാനിക്കാക്കുന്ന രീതിയിൽ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഉണ്ടാകുമോ, അപ്പോൾ ഒരു ലീഗൽ അഡ്വൈസ് എടുത്തതിന് ശേഷം ഷെയർ ചെയ്യാം എന്നുള്ളതാണ് ആദ്യം കരുതിയത്. പിന്നീട് തോന്നി ലീഗൽ അഡ്വൈസ് എടുക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യണ്ട എന്നാണ് പറയുന്നതെങ്കിൽ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടും ചെയ്യാം. ആ ലീഗൽ അഡ്വൈസ് വേണ്ട, ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതായതുകൊണ്ട് ചെയ്യാം എന്ന് കരുതി അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഇപ്പോൾ ഏർലി മോർണിംഗ് ആണ്. ആക്ച്വലി ഇന്ന് ഇപ്പോൾ August 16 നമ്മുടെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സൈക്കോളജി വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ച് അത് ജസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന സമയമാണ്. ഇന്ന് റെക്കോർഡ് ചെയ്യണം എന്നുള്ള പ്ലാനിലിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഈ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞത്, ഇപ്പോൾ ഏർലി മോർണിംഗിൽ ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, ക്ലെയർ വോയിൻസ് എന്നൊക്കെ പറയുന്ന കാര്യത്തെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇന്ന് രാവിലെ ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് ആക്ച്വലി ഈ വീഡിയോയ്ക്ക് ആധാരം എന്ന് പറയുന്നത്. അപ്പം അതൊരു പ്ലെയിൻ ക്രാഷാണ്, പ്ലെയിൻ ആക്സിഡൻ്റ് ആണ് ഇതിലൊരു ഞാൻ കണ്ട സ്വപ്നം എന്ന് പറയുന്നത്. അപ്പം ആ സ്വപ്നം എന്തുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം തോന്നാൻ കാരണം, ഇതിനു മുമ്പ് ഞാൻ കണ്ട പല ഇത്തരത്തിലുള്ള ഇൻസിഡൻറ്റുകൾ 1-2 ആഴ്ചയ്ക്കുള്ളിൽ റിയലായിട്ട് സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ആദ്യം ഞാൻ കരുതിയത് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ബ്രോഡ്കാസ്റ്റിനിടയ്ക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിലേക്ക് ഷെയർ ചെയ്യാം എന്ന് ആദ്യം തോന്നിയെങ്കിലും പിന്നെ തോന്നി എനിക്ക് ഇങ്ങനെ ഒരു 10,000-10,000 ആളുകളെങ്കിലും കാണുന്ന ഒരു ചാനലുള്ളപ്പോൾ അതിലൂടെ ഒന്ന് ആളുകളെ അറിയിക്കാം എന്നുള്ളൊരു തോട്ടിലാണ് ഈ ഒരു ഡിസിഷനിലേക്ക് എത്തുകയും ഇപ്പം നമ്മുടെ ചാനൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതെങ്കിൽ പോലും ഇതൊന്ന് നിങ്ങളുടെ മുന്നിലെത്തിക്കുക എന്നുള്ള ഒരു അല്പം സംശയത്തോടെയാണെങ്കിലും അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തുന്നത്. അപ്പം ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ഒരിക്കലും ഒരു അന്ധവിശ്വാസി പോയിട്ട് ഞാനൊരു വിശ്വാസി പോലും അല്ല. പിന്നെ ഈ ഒരു സ്വപ്നം ഷെയർ ചെയ്യണമെന്ന് തോന്നാൻ കാരണം, ഇതിനു മുമ്പ് കണ്ട പല കാര്യങ്ങളും പിന്നീട് 1-2 ആഴ്ചയ്ക്കുള്ളിൽ അത് റിയലായിട്ട് സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അതിലൊരു ഉദാഹരണമാണ് റഷ്യ-ഉക്രൈൻ വാർ വരുന്നതിന് മുമ്പ് ഒരു 10-15 ദിവസത്തിന് മുമ്പ് ഞാൻ ആ സ്വപ്നം കാണുകയും അന്ന് ഇപ്പോൾ നമുക്കറിയാം പല ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ കൊണ്ടും പല വാറുകളും ഇതാ ഇപ്പോൾ തുടങ്ങാൻ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്, നമ്മളത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ സ്വാഭാവികമായിട്ട് നമ്മുടെ സ്വപ്നത്തിൽ അത് റിഫ്ലക്ട് ചെയ്തേക്കാം. പക്ഷെ റഷ്യ-ഉക്രൈൻ വാർ വരുന്ന സമയത്ത് അത്തരം യുദ്ധഭീഷണികളൊന്നും അല്ലെങ്കിൽ അത്തരം ഒരു ഇൻഫർമേഷനും എൻ്റെ കണ്ണിലോ കാതിലോ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സമയത്താണ് യാതൊരു ബന്ധവും ഇല്ലാതെ അങ്ങനെ സ്വപ്നം വരികയും പിന്നീട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഈ വലിയ മഴ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോൾ വയനാട് സംഭവിച്ച ഈ ദുരന്തം, ഉരുൾപൊട്ടൽ, അത്രയും മഴ അത്രയും ശക്തമായ സമയത്ത് ഒരു പക്ഷേ നമ്മളങ്ങനെ ചിന്തിച്ചേക്കാം എന്തെങ്കിലുമൊക്കെ അപായ സൂചനകളെ പറ്റിയിട്ട്. പക്ഷെ അങ്ങനെയൊന്നും അത്ര സ്ട്രോങ് ആയിട്ട് മഴ തുടങ്ങുന്നതിന് മുമ്പേ ആ ദുരന്തം ഇതുപോലെ രാവിലെ ഞാൻ സ്വപ്നത്തിൽ കാണുകയും പിന്നീട് ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ആ സംഭവം അത് സംഭവിക്കുകയും ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള ചൂതാട്ട മനോഭാവമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഉണ്ട്, ട്രേഡിംഗ് സൈക്കോളജി സീരീസിൽ. അപ്പോൾ അതിൽ ഞാൻ പറയുന്ന എൻ്റെ റിലേറ്റീവായിട്ടുള്ള വ്യക്തി സൂയിസൈഡ് ചെയ്യുന്ന ഒരാൾ, ആളുടെ ഗാംബ്ലിംഗ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് ആളെ സൂയിസൈഡിലേക്ക് നയിച്ചത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളിയുടെ ലൈഫ് എക്സ്പീരിയൻസ് അവിടെ പറയുന്നുണ്ട്. പുള്ളിയുടെ ലൈഫാണ് ഞാൻ അവിടെ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ആ വ്യക്തി മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ്, സൂയിസൈഡ് ചെയ്യുന്നതിന് 2 ആഴ്ച മുമ്പും ഇതേ രീതിയിലുള്ള ഒരു ക്ലെയർ വോയിൻസിലൂടെ സ്വപ്നത്തിൽ ആ വ്യക്തി സൂയിസൈഡ് ചെയ്തതായിട്ട് നേരത്തെ തന്നെ ഞാൻ സ്വപ്നത്തിൽ കണ്ട കാര്യമാണ് പിന്നീട് സംഭവിക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ ഈ 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാണുന്ന എല്ലാ സ്വപ്നങ്ങളുമല്ല, പക്ഷെ ഇത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു
ട്രാജഡി വരുന്നു എന്ന് തോന്നുന്ന സ്വപ്നങ്ങൾ കാണുന്ന സമയത്ത് അതെൻ്റെ ഒരു മൂഡ് ചേഞ്ച് ചെയ്യുകയും അതിനൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്നിൽ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. അത് അത്ര പ്രാധാന്യമില്ലാത്ത ഒരു സ്വപ്നമാണെങ്കിൽ അത് സാധാരണ ഉറക്കത്തിലെ സ്വപ്നം പോലെ കണ്ട് അതങ്ങോട്ട് ഡിസപ്പിയർ ആവുന്നതാണ് പൊതുവെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി എനിക്ക് തോന്നില്ല. അതിന് പ്രത്യേകിച്ച് എൻ്റെ മൂഡ് ഒന്നും ചേഞ്ച് ആവില്ല എന്നുള്ളത്. പക്ഷെ എന്നാൽ ഈ ഇങ്ങനെ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ കാണുമ്പോൾ, സ്വപ്നങ്ങൾ കാണുമ്പോൾ അതെൻ്റെ മൂഡ് ചേഞ്ച് ചെയ്യുന്നതായിട്ട് എനിക്ക് അങ്ങനെയാണ് ആ വ്യത്യാസം, ആ സ്വപ്നത്തിന് എന്തോ പ്രാധാന്യം ഉണ്ട് എന്നുള്ള വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഞാനൊരു റാഷണൽ തിങ്കറാണ്, ലോജിക്കൽ തിങ്കറാണ്, ഞാനൊരു യുക്തി ചിന്തകനാണ്. എൻ്റെ ടീനേജ് മുതലുള്ള കാലഘട്ടങ്ങളിൽ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുകയും ഞാൻ മെഡിറ്റേഷൻ സജീവമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. വളരെ ഗൗരവത്തോടെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ. അപ്പോൾ അവിടെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഗോൾ, എന്തിന് ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതിന് പലപ്പോഴും മനസ്സിൽ ഇങ്ങനെ ഒരു ഗോള് ഞാൻ എവിടെയോ ബാക്ക് ഓഫ് ദ മൈൻഡിൽ വെച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് വരാൻ പോകുന്ന സംഭവങ്ങളും അറിയാൻ പറ്റണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രയോജനം എന്നുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അത്തരം ഒരു ഗോളൊക്കെ മനസ്സിൽ നിന്ന് മാറിപ്പോവുകയും ഞാൻ അതിനെപ്പറ്റി മറക്കുകയും ചെയ്തു. ഇപ്പോഴും പല സമയത്തും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു, പക്ഷെ ഇപ്പോൾ റെഗുലർ ആയിട്ടൊന്നും അല്ലെങ്കിൽ പോലും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ അന്ന് ഇതിനെപ്പറ്റി കുറച്ചധികം ആർട്ടിക്കിളുകളും എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, അതീന്ദ്രിയമായ ജ്ഞാനം ഒക്കെ എങ്ങനെയാണ് നമ്മളിൽ സംഭവിക്കുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആർട്ടിക്കിളുകളൊക്കെ വായിച്ച് വളരെ സജീവമായിട്ട് തന്നെ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പല പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ട്. ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മൂവി നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസ് 1ഉം 2ഉം ഒക്കെ എന്നിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ, ഇപ്പോഴും വലിയ രീതിയിൽ തന്നെ അതിലെ സീനുകളൊക്കെ ഓർമ്മയിൽ നിൽക്കുന്നൊരു വ്യക്തി കൂടിയാണ് ഞാൻ. പിന്നെ എങ്ങനെ അപ്പം അത് മനുഷ്യ ബ്രെയിനിന്, ഇപ്പോൾ ഒരു ദൈവം എന്നുള്ള സങ്കല്പത്തിൽ വിശ്വസിക്കാത്ത എന്നെ പോലെ ഒരാൾക്ക് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മൊഡ്യൂളാണ് ദ പവർ ഓഫ് സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. നിങ്ങൾ ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഉപബോധ മനസ്സിന്റെ കഴിവിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മൊഡ്യൂൾ നമുക്കുണ്ട്. അപ്പം അതിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഉപബോധ മനസ്സിന്റെ പൊട്ടൻഷ്യലിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഏകദേശം 30 മില്യൺ ഡേറ്റകൾ പെർ സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യാനുള്ള ഉപബോധ മനസ്സിന്റെ എബിലിറ്റിയെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അവിടെ ജോസഫ് മോർഫിയുടെ ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ ഉപബോധ മനസ്സിനെ ഇൻഫിനിറ്റ് ഇന്റലിജൻസ് എന്നാണ് പല ഘട്ടത്തിലും വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരം ആ കാര്യങ്ങളുടെയൊക്കെ ഉപബോധ മനസ്സിന്റെ അസാധാരണമായിട്ടുള്ള ഈ പല ഡേറ്റകളും എവിടെ നിന്നൊക്കെയോ ശേഖരിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം ഇത്തരം ക്ലെയർ വോയിൻസുകൾ സംഭവിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ ഇന്ന് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ആളുകൾ ജാഗ്രത കാണിക്കാൻ വേണ്ടിയാണ്. മുമ്പ് നടന്ന പല സ്വപ്നങ്ങളും സംഭവിച്ചത് കൊണ്ടുള്ള എൻ്റെ ഒരു ഭയം മാത്രമാണ് ഇതിൻ്റെ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ആളുകളിലേക്ക് എത്തിക്കണം എന്ന ഡിസിഷനിലേക്ക് വന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പം എനിക്ക് ആക്ച്വലി എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയെ വിളിച്ചിട്ട്, ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു മൂഡ് ആ ഒരു സ്വപ്നവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മൂഡിലാണ് ഞാൻ ജസ്റ്റ് ഡ്രസ്സ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ, ഒരു മൂഡിൽ, ആ സ്വപ്നത്തിന്റെ ഹാങ് ഓവറിൽ എനിക്ക് ശരിക്കും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയൊക്കെ വിളിച്ചിട്ട് ഇതൊന്ന് പാസ് ചെയ്യണമെന്നുണ്ട്, ഈ ഇൻഫർമേഷൻ ഒന്ന്. പക്ഷെ ഇത് ടെക്നോളജികൾ ഇത്ര വികസിച്ച ഈ കാലഘട്ടത്തിൽ ഇതിനൊരു റബ്ബിഷായിട്ട് ആളുകൾ എടുക്കുള്ളൂ. ശാസ്ത്രീയമായിട്ട് ഇപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു കാലാവസ്ഥ നിരീക്ഷണം നടത്തി ആ ഒരു ഇൻഫർമേഷൻ ഇത്തരം ഒരു അതോറിറ്റികളെ, ഒരു ഏജൻസികളെ അറിയിക്കുന്നത് പോലെയല്ലല്ലോ. ഞാനൊരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ജാഗ്രത പാലിക്കണം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ അതൊരു പരിഹാസത്തിനിടയാവുന്ന കാര്യമായിട്ട് മാറാം എന്നുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള ഒരു ധൈര്യം എന്നെ സംബന്ധിച്ചില്ല.
പക്ഷെ എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ വീഡിയോയിലൂടെ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഇത്തരം ഏജൻസികളിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരാൾ ഇത് കാണുകയും അവരുടെ ഏതെങ്കിലും ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം, നിലവിൽ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയറുകളിലും ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുക്കാനും പറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെ ആണെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഒരു അലേർട്ട് കൊടുക്കുന്നതിലൂടെ മുമ്പ് കണ്ട സ്വപ്നങ്ങൾ നടന്നു എന്ന് കരുതിയിട്ട് ഇത് നടക്കാത്തൊരു സ്വപ്നം തന്നെ ആയിരിക്കട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അല്പം ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വപ്നം തന്നെ ആയിരുന്നു അത്. അപ്പൊ അത് ആ രീതിയിലുള്ള ഒരു ആഗ്രഹം ആണ് എൻ്റെ മനസ്സിലുള്ളത്. ഇത് അത്തരത്തിലുള്ള ഏജൻസികളിലുള്ള ആരെങ്കിലും, അങ്ങനെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കാണുകയും ഇതിനെ ഒന്ന് ഈ ഒരു വിഷയം പറഞ്ഞിട്ടില്ലെങ്കിലും, ഈ വീഡിയോ പറഞ്ഞിട്ടില്ലെങ്കിലും, ഒരു ജാഗ്രതാ നിർദ്ദേശം അവരുടെ ഒരു മീറ്റിങ്ങിലൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഇത് അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ഇപ്പൊ പല കാര്യങ്ങളും സ്വപ്നം കണ്ടത് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുമ്പോൾ, നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അവിടെ അതിപ്പോഴും ഉപബോധ മനസ്സിന്റെ ഒരു അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ, ഇൻഫിനിറ്റ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ക്ലയർ വോയൻസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള മനസ്സിന്റെ കഴിവൊക്കെ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ തന്നെ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുത കൂടിയാണ്. പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാതെ, സ്ക്രിപ്റ്റ് തയ്യാറാക്കാതെ ഒക്കെ ചെയ്തൊരു വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യുമ്പോൾ എന്ന് പോലും ഉറപ്പില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പക്ഷെ നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് അല്ലാത്ത ആദ്യത്തെയും അവസാനത്തെയും വീഡിയോ ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്ന ഈ വീഡിയോ എന്ന് കരുതുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ഇൻഫർമേഷൻ നിങ്ങൾ ആരെങ്കിലും ഇത്തരം ഒരു അതോറിറ്റിയിൽ ഏതെങ്കിലും രീതിയിലെ ഇൻഫർമേഷൻ ഒന്ന് റൈസ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ, ജസ്റ്റ് അതിന് വേണ്ട ഒരു പ്രിക്കോഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.